വാ പോയ കോടാലിയാണ് അഖിൽ മാരാർ എന്നതിൽ ആർക്കും ഒരു കുറ്റവും പറയാനില്ല. അഖിൽ മാരാർ എപ്പോൾ വായ തുറന്നാലും അതിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണും. അതിനി രാഷ്ട്രീയമായാലും ശരി, വേറെ ആരെങ്കിലും കരിവാരിത്തേക്കിലായാലും ശരി. തനിക്ക് എന്തും പറയാമെന്നൊരു ധാർഷ്ട്യമാണ് അഖിൽ മാരാറുടെ വാക്കുകളിൽ കാണാനാവുന്നത്. ആരെങ്കിലും കുറിച്ച് കുറ്റം പറയണം, ഞാൻ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് 4 പേരെ അറിയിക്കണം. അതിന് ഏറ്റവും സൗകര്യം പിണറായി വിജയനെ കുറിച്ച് കുറ്റം പറയുക എന്നതാണ്. മാങ്ങയുള്ള മരത്തിൽ എറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ CPM ആണെന്നും ജാതി വർഗീയതയിൽ നിന്ന് മതവർഗീയതയിലേക്ക് പാർട്ടി മാറിയെന്നുമാണ് അഖിൽ മാരാറുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. പിണറായി വിജയന്റെ മുണ്ടിനടിയിൽ കാവി നിക്കറാണത്രേ. SFIO കേസിൽ പ്രതിയായ മകളെ രക്ഷിക്കാൻ പിണറായി കേന്ദ്രമന്ത്രിയെ കാണാൻ പോയെന്നും നിലനിൽപ്പിനും പണത്തിനും വേണ്ടിയാണ് പിണറായി BJPയുടെ ഔദാര്യം പറ്റുന്നത് എന്നും അഖിൽ മാരാർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് അഖിൽ മാരാറുടെ ആരോപണം. ഒറ്റയടിക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് മാരാർ നടത്തുന്നത്. ഇടതുപക്ഷം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നും അവരുടെ തന്ത്രങ്ങൾ എന്താണെന്നും ലോകത്ത് ഇടതുപക്ഷത്തിനേക്കാൾ അറിയുന്നത് മാരാർക്ക് മാത്രമാണ്. മാരാരുടെ ആ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ആര് വിമർശിച്ചാലും അവരെ പിടിച്ച് സംഖ്യയാക്കാൻ നടക്കുന്ന സഖാക്കൾക്ക് തങ്ങളെ എതിർക്കുന്നവനെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൂടെ കൂട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത്രേ. സംഖ്യയ്ക്ക് പിന്തുണ കൊടുക്കരുത് എന്ന നിശബ്ദ ഭീഷണി കോൺഗ്രസ് അനുഭാവികൾക്ക് കൊടുക്കുക, അതുവഴി പാർട്ടിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ബുദ്ധിപരമായി ഇല്ലാതാക്കുക. അതാണ് അവരുടെ തന്ത്രം. മാരാർ നോക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ കമ്മ്യൂണിസ്റ്റുകാരാണത്രേ. ഒരു കാലത്ത് പാർട്ടി വളരണമെങ്കിൽ ജാതീയമായി ഭിന്നിപ്പായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് സകല ദളിത് കുടുംബങ്ങളിലും ജാതീയ വിഷം കുത്തിവെച്ച് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് നായന്മാരെ കോൺഗ്രസിലും ബാക്കിയുള്ളവരെ തങ്ങളുടെ കൂടെയും കൂട്ടി അവരുടെ ജീവിതം തകർത്തു താറുമാറാക്കി. അങ്ങനെ പാർട്ടിക്ക് ആളെ കൂട്ടാൻ മാത്രമായി പല ദളിത് കോളനികളും മാറി എന്ന് സാരം. ഈ ചെങ്ങായി ചരിത്രമൊന്നും വായിച്ചിട്ടില്ലേ എന്നാണ് എൻ്റെ സംശയം. ഞാനൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി പിണറായി വിജയൻ എഴുതിയ ബുക്ക് വല്ലതും ആണോ ഞാൻ വായിച്ചത്? കഴിഞ്ഞില്ല, കുറച്ചുകൂടിയുണ്ട്. ഈ കുടുംബങ്ങളിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും കേസിൽപ്പെടുത്തി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റുകാർ ആക്കിയത്രേ. സഹകരണ ബാങ്കിൽ നിന്നും കുറച്ച് ലോൺ കൂടി നൽകി ഇവൻ്റെ പ്രമാണവും കസ്റ്റഡിയിലാക്കി. പാർട്ടി മാറിയാൽ ജീവിതം അവസാനിക്കുമെന്ന് ഭയന്ന് പലരും ഇവരുടെ അടിമകളായിട്ടാണത്രേ ഇപ്പോൾ കഴിയുന്നത്. ഇതിലാരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ പണ്ട് നായന്മാർ അവരുടെ അപ്പനപ്പൂപ്പന്മാരോട് ചെയ്ത ക്രൂരതകൾ പറഞ്ഞ് അവരെ വീണ്ടും പാർട്ടിയുടെ കീഴിൽ തളയ്ക്കുന്നു. കാലം മാറിയപ്പോൾ പതിയെ ജാതി വർഗീയത മതവർഗീയതയിലേക്ക് പാർട്ടി മാറ്റിപ്പിടിച്ചു. BJPയുടെ വളർച്ചയും കോൺഗ്രസിൽ നിന്നും BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കും മുസ്ലിങ്ങൾക്ക് BJPയോടുള്ള വിരോധവും മനസ്സിലാക്കിയ പാർട്ടി ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തെ ഇന്നത്തെ തീവ്ര ഹിന്ദു സംഘടനകൾ പോലും ആക്ഷേപിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചിരുന്നു. എന്തിന്, കേരളം ഒരു മിനി പാകിസ്ഥാൻ ആണെന്ന് വരെ പറഞ്ഞ പാർട്ടി പതിയെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനായി തുടങ്ങി എന്നാണ് മാരാർ പറയുന്നത്. രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ, ശശി തരൂർ, പ്രേമചന്ദ്രൻ ഒക്കെ സംഖ്യയാണ് എന്ന് ആക്ഷേപിച്ച് നടന്നത് മുസ്ലിങ്ങളെ UDFിൽ നിന്ന് അകറ്റുക എന്ന ബുദ്ധിയിലാണത്രേ. എന്തൊരു ബുദ്ധിയാണ് ഈ ചെങ്ങായിക്ക്! യഥാർത്ഥ സംഖ്യ ആരാണെന്നും കേരളത്തിൽ അറിയാവുന്നത് മാരാർക്ക് മാത്രമാണ്. നിങ്ങൾക്കറിയാമോ? അത് പിണറായി വിജയനാണ്. വല്ല സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ മുണ്ടൊന്ന് മാറ്റി നോക്കിയാൽ മാത്രം മതി അത്രേ. അപ്പോൾ കാണാമത്രേ പുള്ളി ഉടുത്തിരിക്കുന്ന കാവി നിക്കർ. അത് വർഗീയതയല്ല എന്നും നിലനിൽപ്പിന് വേണ്ടി പണത്തിന് വേണ്ടി BJPയുടെ ഔദാരം പറ്റി നിന്നാലേ പറ്റൂ എന്ന ബുദ്ധിയിൽ എടുത്ത് ഇട്ടതാണെന്നും മാരാർ പറയുന്നുണ്ട്. ഇയാളെയൊക്കെ എന്താണ് വേണ്ടതെന്ന് ഇനിയും തീരുമാനിക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ചെയ്യുന്നതെല്ലാം പെയ്ഡാണെന്ന്. അങ്ങനെയെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഇത്രയും എഴുതി പിടിപ്പിക്കാൻ നിങ്ങൾക്ക് പൈസ തന്നത് ആരാണെന്ന് കൂടി വെളിപ്പെടുത്തണം മിസ്റ്റർ.